നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ ചിറയിൽ വീട്ടിൽ പത്മദാസ് മകൻ അഖിൽദാസ്. 22 വയസ്സുള്ള ഈ യുവാവ് വൃക്ക സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിലാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. എൻ്റെ പേര് ശ്രീ പി.കെ. രാജേന്ദ്രൻ. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ താമസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ ശ്രീ അഖിൽദാസിൻ്റെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് 6-ാം വാർഡിൽ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ അഖിൽദാസിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഈ വാർഡിലെ മുഴുവൻ വീടുകളിലും എത്തുകയും അവരവരാൽ കഴിയുന്ന സഹായം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സമാഹരിച്ചിട്ടുള്ളതാണ്. അല്ലാതെയും ചില സുമനസ്സുകളെല്ലാം പലതരത്തിൽ ഈ മോനെ സഹായിച്ചിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പത്മദാസ് എന്ന് പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹം ഈ മത്സ്യത്തൊഴിൽ കൊണ്ട് അല്ലെങ്കിൽ മത്സ്യത്തൊഴിൽ ഇല്ലാതെ വരുന്ന സമയത്ത് ഈ കെട്ടിടങ്ങളുടെ വാർക്കപ്പണിക്കൊക്കെ പോയി കിട്ടുന്ന പണം ഈ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം വിനിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് കഴിയാതെ വരികയും അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണം എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കാനും ഇതിനുവേണ്ടിയുള്ള ഒരു പണസമാഹരണത്തിന് വേണ്ടി ഞങ്ങൾ തുനിയുകയും ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ കിഡ്നി അടിയന്തരമായി മാറ്റിവെച്ചേ കഴിയും. അതിനുള്ള പണം നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കിഡ്നി പരിശോധനയ്ക്ക് ഓരോരുത്തരുടെയും മാച്ചിങ്ങിന് വേണ്ടി തന്നെ 6-7 പേരെ പരിശോധിച്ചതിൻ്റെ പേരിൽ തന്നെ വൻപിച്ച ഒരു ചെലവ് വന്നിട്ടുണ്ട്. അപ്പോഴിനി ഏകദേശം ഒരു 35 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ഇതിൻ്റെ ചികിത്സ പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടുകാർ, സുമനസ്സുകൾ ഈ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവരവരാൽ കഴിയുന്ന സഹായം ചെയ്ത് ഈ മകൻ്റെ ഈ ജീവൻ നിലനിർത്താൻ ആവശ്യമാകുന്ന സഹായം ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഉടൻ തന്നെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. അതിന് ഏകദേശം 35 ലക്ഷം രൂപ ആവശ്യമുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമാണ് ഇവരുടേത്. ഈ ഭീമമായ സംഖ്യ കണ്ടെത്തുവാൻ ഇവർക്ക് ഇപ്പോൾ കഴിയുകയില്ല. എൻ്റെ പേര് അമ്മണി എന്നാണ്. അഖിൽദാസിൻ്റെ അമ്മയാണ് ഞാൻ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായപ്പോൾ ഈ മോൻ ജനിച്ച് 3-ാം മാസം മുതൽ 3-ാം മാസത്തിലാണ് അവന് ഈ വയറ്റിനകത്ത് ഇങ്ങനെ വയറ് വീർത്ത് വന്ന് ഭയങ്കര മുട്ടൽ പോലെ ആയിരുന്നു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ അവർ പറഞ്ഞ് മൂത്രത്തിൽ പഴുപ്പ് വല്ലതും ആയിരിക്കും. അന്ന് അവിടെ ചികിത്സിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം മോൻ്റെ വയറങ്ങ് വന്ന് വീർക്കാൻ തുടങ്ങി. വീർത്തപ്പോൾ അവർ പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പം മൂത്രം ഒഴിച്ചപ്പോൾ അവനും രക്തമാണ് വരുന്നത്. അങ്ങനെ വേറെ ഡോക്ടർമാരെ കണ്ട് അപ്പം അവിടെ നിന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ഒരു ടെസ്റ്റ് നടത്താൻ കൊണ്ടുപോയി. അവിടെ ചെന്ന് ആ ടെസ്റ്റിലാണ് പറയുന്നത് മൂത്രത്തിൽ പഴുപ്പ്, ഈ മൂത്രം തിരിച്ച് കിഡ്നിയിലോട്ട് കയറിപ്പോകുന്നതാണെന്ന്. അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കാണിച്ചപ്പെട്ട് പിന്നെ പറഞ്ഞ് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി 1.5 വയസ്സായപ്പോൾ അവന്
ഈ പുറത്തോട്ടുള്ള ട്യൂബ് എടുത്തിട്ട് കിഡ്നിയിലോട്ട് പോകുന്ന ട്യൂബ് 2 എണ്ണം എടുത്ത് പുറത്തോട്ട് വെച്ച് ഓപ്പറേഷൻ നടത്തി. അങ്ങനെ 1 വർഷം വരെ അതിൽ നിന്നും അവനങ്ങനെ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അവനത് തിരിച്ച് വീണ്ടും ചെയ്ത് അങ്ങനെ പിന്നെ അതിൽ നിന്നുമൊക്കെ വന്ന് മൂത്രത്തിൽ പഴുപ്പായി. അങ്ങനെ അതിൽ വെച്ച് മരുന്ന് കഴിച്ച് പിന്നെ സ്കൂളിലൊക്കെ വിട്ട് പിന്നീടും അവന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ ആലപ്പുഴയൊക്കെ കൊണ്ടുപോയി ടെസ്റ്റുകളൊക്കെ നടത്തി. ഒരേ ടെസ്റ്റുകളും നടത്തും. നാട്ടിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഈ തുക കണ്ടെത്തുവാൻ ശ്രമിച്ചെങ്കിലും അത് പരിപൂർണ വിജയത്തിലെത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഈ വിഷമസന്ധിയിലാണ് ഈ കുടുംബം ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ മറ്റു മാർഗം ഒന്നും കണ്ടെത്താനാവാതെ ഇവർ വിഷമിക്കുകയാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞങ്ങൾ 1 വർഷത്തിലേറെയായി ഈ ജനകീയ കമ്മിറ്റി അഖിൽദാസിൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. നന്നായി പഠിക്കുന്ന ആ കുട്ടി കിഡ്നിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രോഗാവസ്ഥയിലാണ്. അടിയന്തരമായി ചികിത്സ നടത്തി കിഡ്നി മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ആ മോൻ്റെ ജീവൻ നിലനിർത്തുവാൻ കഴിയും. ഞങ്ങളെ കാണുന്ന സുമനസ്സുകൾ പൈസ തന്ന് സഹായിച്ചാൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ മോൻ്റെ ജീവൻ നിലനിർത്തുവാൻ കഴിയൂ. അതിന് ഞങ്ങളോടൊപ്പം സഹായിക്കണം എന്ന് മാത്രമാണ് ഈ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ളത്. സുമനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുകയുള്ളൂ. അഖിൽ പിറന്നതിൻ്റെ 3-ാം മാസം മുതലാണ് അസുഖം തുടങ്ങുന്നത്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതു മുതൽ ഇവർ ചികിത്സ തുടങ്ങിയതാണ്. വയർ വീർത്തു വരുന്നതായിരുന്നു തുടക്കം. ബാല്യകാലത്ത് തന്നെ അതിനെ തുടർന്നുള്ള ഓപ്പറേഷനുകൾക്ക് അഖിൽ വിധേയനാകേണ്ടി വന്നു. വൃക്കരോഗത്തിനുള്ള ചികിത്സയും വിദ്യാഭ്യാസവും ഒരുമിച്ച് തന്നെ തുടർന്നു പോന്നു. എൻ്റെ പേര് പത്മദാസ് എന്നാണ്. അഖിൽദാസ് എൻ്റെ മോനാണ്. എൻ്റെ കുടുംബത്ത് ആകെ ഞാനും എൻ്റെ 2 മക്കളും ഭാര്യയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ മോൻ ജനിച്ച് 90-ാമത്തെ ദിവസം തൊട്ടേ ആശുപത്രിയിലാണ്. അവൻ മൂത്രം ബ്ലോക്കായി മൂത്രം പോകാതിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ അവിടെയും ഇതിനുള്ള സിറ്റുവേഷൻ ഇല്ല, മരുന്ന് കൊടുത്തിട്ട് ഇത് മാറുന്നില്ല. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, വണ്ടാനമില്ല അന്ന്, ഇപ്പോഴത്തെ ജനറൽ ആശുപത്രിയായ അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അവിടെ കൊണ്ടുവന്ന് പീഡിയാട്രിക് സർജറി കാണിച്ച്. അപ്പോൾ അവിടെ NCV ചെയ്യാനുള്ള മെഷീനോ ഒന്നും ഇല്ലെന്ന് അവരവിടെ നിന്ന് കോട്ടയത്തേക്ക് വിട്ട്. അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇരുന്ന് NCV സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. മൂത്രം റിട്ടേൺ കയറുകയാണ്. പകുതി മൂത്രം മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ മൂത്രത്തിൻ്റെ അതുള്ള മണിയുടെ ഇടയ്ക്കുള്ള ട്യൂബിൽ മാംസം കിളിച്ച് ബ്ലോക്കാകുകയാണ്. അങ്ങനെ പഴുപ്പ് വരുമ്പോഴാണ് പിന്നെ പനിയും കൂട്, വയറ് വല്ലാതെ വീർക്കും. അങ്ങനെ അവിടുന്ന് തിരിച്ച് റിസൾട്ടുമായിട്ട് ആലപ്പുഴ വന്നപ്പോൾ അതിനുള്ള മെഷീനറി ഇല്ലാത്തതുകൊണ്ട് SAT ഹോസ്പിറ്റൽ, അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അത് പിന്നെ 20 വർഷത്തിന് മുൻപുള്ള കാര്യമായത്. ഇപ്പോൾ അവന് 22 വയസ്സുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവന്നാണ് 3 മാസം ഇരിക്കുമ്പോൾ പീഡിയാട്രിക് സർജറി കാണിച്ച് ട്യൂബിട്ട് നീക്കം ചെയ്തു. 6 മാസം കഴിയുമ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ 3 പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പീഡിയാട്രിക് സർജറിയിലെ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ പറ്റില്ല, മെയിൻ ഒരു ഓപ്പറേഷൻ നടത്തണം. മൂത്രസഞ്ചിയിലുള്ള ട്യൂബ് 2 പുറത്തോട്ടെടുത്ത് പൊക്കിളിന് താഴെ വെച്ച് 1.5 വർഷത്തോളം എങ്ങും ഇറക്കാതെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത്
വെച്ചാണ് 1.5 വർഷത്തോളം കൊണ്ടു നടന്നത്. അത് കഴിഞ്ഞ് വീണ്ടും സർജറി ചെയ്ത് അത് തിരിച്ചു വെച്ച് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 5-6 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ യൂറിൻ പോയിക്കൊണ്ടിരുന്നു. മരുന്ന് മുടങ്ങുന്നില്ല, മരുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ചെക്കപ്പിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഈ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്, ഇത് കിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതി. അങ്ങനെ 6-7 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് വീണ്ടും അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാസർ ഡോക്ടറെ, വണ്ടാനത്ത് നാസർ ഡോക്ടറെ യൂറോളജിയെ കാണിച്ച് അങ്ങനെ ഒരു 7-8 വർഷത്തോളം ആ മരുന്ന് കഴിച്ച് പുള്ളിയുടെ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കൊരു സംശയം തോന്നി, ഒരു MCV കൂടെ എടുപ്പിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് നെഫ്രോളജിയെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നെഫ്രോളജിയെ കാണിച്ചപ്പോഴാണ് കിഡ്നിക്ക് വളർച്ച ഇല്ല എന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെ വളരുന്നതിന് വേണ്ടിയുള്ള മരുന്ന് വരുത്തിച്ച് ഗൾഫിൽ നിന്ന് വരെ ഉള്ള കിഡ്നിക്ക് കംപ്ലൈൻറ്റ് പറ്റാതിരിക്കാൻ 3 പ്രാവശ്യം ഗൾഫിൽ നിന്ന് വരെ മരുന്ന് വരുത്തിച്ച് ആണ് കൊടുത്തത്. അങ്ങനെ കുറഞ്ഞ നാൾ ആയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇല്ലാതായി. അത് കഴിഞ്ഞിട്ട് നീര് വന്ന് ശരീരം മൊത്തം നീരടിച്ച് നെഫ്രോളജിയെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണ്. 1.6 ഉള്ളായിരുന്നു ആദ്യം. അങ്ങനെ കൊണ്ട് ക്രിയാറ്റി കാണിച്ച് പിന്നെ ക്രിയാറ്റി കൂടിക്കൊണ്ടേയിരുന്നു. അവിടെ അങ്ങനെ 2-3 ആഴ്ചയിൽ മാസത്തിൽ 2-3 പ്രാവശ്യം അഡ്മിറ്റാകും ഈ നീര് കുറയാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പോൾ ഡയാലിസ് നമുക്ക് പോക്ക് വരവിന് ഇവൻ പഠിക്കാൻ പോകുന്നത് കൊണ്ട് ഡയാലിസ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് അന്നേരം പറ്റത്തില്ലായിരുന്നു. കാരണം കോളേജിലും പോയിക്കൊണ്ടിരിക്കുക. അപ്പം മരുന്ന് ഉള്ളത് കാരണം അങ്ങനെ ഡയാലിസിസ് 20 വന്നതിന് ക്രിയാറ്റി 20 വന്നതിന് ശേഷമാണ് ഡയാലിസ് തുടങ്ങിയത്. 2023 ഡയാലിസ് തുടങ്ങുന്നത്. അപ്പോൾ ഡയാലിസ് ഇത് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് പറ്റത്തില്ല ചിലതൊക്കെ. അത് അമ്മയുടെ നെഗറ്റീവാണ്. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഇത് ചേരാതെ വന്നതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് കിഡ്നി തരാമെന്നും പറഞ്ഞ് മുന്നോട്ട് വന്നു. അങ്ങനെ പാലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും നടത്തി ലാസ്റ്റ് ഫൈനൽ ഒരു സ്കാനിങ്ങിൽ അത് പറ്റാതെ വന്നു. ഇപ്പോൾ പിന്നെ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അതിൽ ഒരു പോർട്ടിൻ മൂത്രത്തിൽ കൂടെ പോർട്ടിൻ പോകുന്നതുകൊണ്ട് അത് നിർത്തിവെച്ച് പിന്നെ ഒരു ബന്ധുവിൻ്റെ കൂടെ ഇപ്പം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ 22 വർഷം തൊട്ട് ജോലി ചെയ്ത കംപ്ലീറ്റ് ഇതിനു വേണ്ടി തന്നെ മുടക്കുമായിരുന്നു. ഇപ്പം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ തന്നെ കാശ് വേണം, അല്ലാതെ ഒരു മാർഗവും ഇല്ല. എന്നെ കണ്ട് എൻ്റെ മോൻ്റെ ജീവന് വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. ഇതിനിടയിൽ ഈ വലിയഴിക്കൽ എന്ന ഗ്രാമത്തെ തന്നെ തകർത്തു കളഞ്ഞ സുനാമി എന്ന ദുരന്തവും സംഭവിച്ചു. അതോടുകൂടി കിടപ്പാടവും നഷ്ടപ്പെട്ട അവസ്ഥയായി. ഇപ്പോൾ താമസിക്കുന്നത് സുനാമി ബാധിതർക്ക് അനുവദിച്ചു ലഭിച്ച ഭവനത്തിലാണ്. എൻ്റെ പേര് രശ്മി രഞ്ജിത്ത്. ഞാൻ ആറാട്ടുപുഴ പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പറാണ്. കൂടാതെ അഖിൽദാസ് ചികിത്സാ ധനസഹായ കമ്മിറ്റിയുടെ കൺവീനറും കൂടിയാണ്. ഞങ്ങൾ ഈ ചികിത്സാ ധനസഹായ പദ്ധതി തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. ഞങ്ങൾക്ക് ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞില്ല. കുടുംബമാണെങ്കിൽ അഖിൽദാസിൻ്റെ കുടുംബമാണെങ്കിൽ മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. തീരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. അന്നുള്ള വൃത്തി തന്നെ കഴിയുന്നത് ബുദ്ധിമുട്ടിലാണ്. കൂടാതെ കൊണ്ടുവരുന്നത് കൂടുതൽ ഭാഗവും അവൻ്റെ ചികിത്സയ്ക്കായിട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചികിത്സ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും നാനാവിധത്തിലുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ ആൾക്കാരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോയി ഈ പദ്ധതി നല്ല രീതിയിൽ കൊണ്ടു. പക്ഷേ നമുക്ക് എല്ലാവരും ഈ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരു തുക നമുക്ക് കണ്ടെത്തുവാൻ ഇതുവരെ സഹായിച്ചിട്ടില്ല. ഏകദേശം ഈ ഒരു 10 ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശസ്ത്രക്രിയ നടത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ സ്വമനസ്സുകളും ഈ ഒരു ചികിത്സയിലേക്ക് നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ ഓരോ രൂപയും തന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ മോൻ്റെ ചികിത്സ ശസ്ത്രക്രിയ നല്ല രീതിയിൽ നടത്താനുള്ള ഒരു സഹായം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.
മത്സ്യത്തൊഴിലാളിയായ പത്മദാസിന് തൻ്റെ മകൻ്റെ ഓപ്പറേഷന് വേണ്ടുന്ന തുക തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഉണ്ടാക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പൊതുപ്രവർത്തകരെയും നല്ലവരായ നാട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പൂർണ്ണമായി വിജയം കണ്ടെത്തിയില്ല. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ചതും ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇവരെ പരിചയപ്പെടുത്തുന്നതും. എൻ്റെ പേര് അഖിൽദാസ്. എനിക്ക് 22 വയസ്സാണ് പ്രായം. ഞാനൊരു CKD 5th സ്റ്റേജ് പേഷ്യൻ്റാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, ഞാൻ 4 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എനിക്ക് ജനിച്ചപ്പോൾ മുതൽ PUV എന്ന് പറയുന്ന പ്രോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്ന അസുഖത്തിൽ നിന്നും CKDയിലേക്ക് മാറിയതാണ്. അതായത് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ അറിവാണെങ്കിൽ എനിക്ക് 3-ാം മാസം തൊട്ട് 3-ാം മാസത്തിൽ എനിക്കൊരു മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരികയും വയറ് പെരുകി വരികയും ചെയ്തു. അതിനെ തുടർന്ന് എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ അവിടെ ഒന്നും അത് എടുത്തില്ല. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ അതിനുള്ള മെഷീനറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോട്ടയത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ MCU ടെസ്റ്റ് ചെയ്തെന്നുമാണ് എൻ്റെ അറിവ്. അതിൽ നിന്നാണ് എനിക്ക് PUV, അതായത് മൂത്രം തിരിച്ചു കയറുന്ന രോഗാവസ്ഥയാണെന്ന് മനസ്സിലാകിയത്. അവിടെ നിന്ന് അതിനെ ചികിത്സിക്കാൻ വേണ്ടി SAT, തിരുവനന്തപുരത്തുള്ള SAT ഹോസ്പിറ്റലിലേക്ക്, അവിടുത്തെ പീഡിയാട്രീഷ്യനിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് ഒരു 3 ഓപ്പറേഷനോളം നടത്തിയിട്ടുണ്ട്. അതായത് ആ സമയത്ത് എൻ്റെ ട്യൂബ് പുറത്തിട്ട് ഒരു 1.5 വർഷത്തോളം അങ്ങനെ നടന്നു എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ള എൻ്റെ അറിവ്. അത് പുറത്തിട്ട ഓപ്പറേഷൻ കൂടാതെ അത് 1.5 വർഷം കഴിഞ്ഞ് അത് തിരിച്ചിടാനുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഒരു 2-3 വർഷത്തോളം കുഴപ്പമൊന്നുമില്ലാതെ പോയി. എന്നാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പും വേദനയും വരുന്നത് പതിവായിരുന്നു. അങ്ങനെ അത് മരുന്ന് കഴിച്ചിട്ടും മാറാത്തൊരു സ്ഥിതിയാണ്. അപ്പോഴാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ യൂറോളജിയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടുത്തെ മരുന്ന് ഒരു 6 വർഷത്തോളം ഞങ്ങൾ കഴിക്കുകയുണ്ടായി. അപ്പോൾ ഒരു 6-ാം ക്ലാസ്സിൽ വെച്ചാണ് അവസാന യൂറോളജിയുടെ MCU ടെസ്റ്റ് ചെയ്യുന്നതും അവിടെ നിന്ന് അവർ നെഫ്രോളജിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഞങ്ങളെ ഉപദേശിക്കുന്നു. അങ്ങനെ നെഫ്രോളജിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഡോക്ടർ ഗോമതി മേഡമാണ് ആദ്യമായിട്ട് എനിക്ക് CKD ആണെന്ന് പറയുകയും ഇത് വൃക്ക മാറ്റി വെക്കാതെ വേറൊരു മാർഗമില്ലെന്ന് പറയുകയും ചെയ്യാം. അങ്ങനെ ഒരു 7-8 വർഷം ഗുളിക കഴിച്ച് കുഴപ്പമില്ലാതെ പോവുകയും അതിനുശേഷം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് തന്നെ ശരീരത്ത് നീര് വരികയും ഭയങ്കരമായിട്ട് മുഖമൊക്കെ തടിച്ചു വരികയും ചെയ്തത്. അപ്പോൾ കൊണ്ട് കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ക്രിയാറ്റിൻ ലെവല് വളരെ കൂടുതലാണ്, വൃക്ക മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണെന്ന്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു 6 മാസത്തിന് ശേഷം ഞാൻ ഡയാലിസിസ് തുടങ്ങി. ഈ രോഗം കാരണം എനിക്ക് തുടർ പഠനം നടത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഡയാലിസിസ് ഇപ്പോൾ 1 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു മാർഗം. അതിന് ഭീമമായൊരു തുക ചെലവാണ്. ഒരു മത്സ്യത്തൊഴിലാളിയായ എൻ്റെ കുടുംബത്തിനത് താങ്ങുവാൻ കഴിയുന്നതല്ല. യുവത്വത്തിൻ്റെ വർണ്ണപ്പകിട്ടും ഊർജവുമായി ജീവിതം ആസ്വദിച്ചു തുടങ്ങേണ്ട ഈ പ്രായത്തിൽ മനസ്സും ശരീരവും തളർന്നിരിക്കുകയാണ് അഖിൽദാസ്. വിദ്യാഭ്യാസത്തിലും ഭാവി കരുപിടിപ്പിക്കുവാനുള്ള കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി തൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെ പൂവണിയിക്കേണ്ട യുവാവാണ് ഈ കുടുംബത്തിൻ്റെ ദുഃഖമായി മാറിയിരിക്കുന്നത്. എൻ്റെ പേര് ശ്യാംകുമാർ എന്നാണ്. ഞാൻ ഈ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ അംഗവും നിലവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാണ്. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഈ പ്രദേശം ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കടലോര ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിൽ ഈ വലിയഴിക്കൽ എന്ന നാട്ടിൽ
ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായി ജനിച്ച അഖിൽദാസ് ജനിച്ച ആ നാൾ മുതൽ തന്നെ വൃക്ക രോഗിയായി ചികിത്സ തേടി വരുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പം 22 വയസ്സായി. അദ്ദേഹത്തിന് ആ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വളരെ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഈ നാട് ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ പിരിവുമായി ഒക്കെ മുന്നോട്ട് നീങ്ങി. നിർഭാഗ്യവശാൽ ഇത് കടലോര മേഖല ആയതുകൊണ്ടും മത്സ്യമേഖലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നിത്യവൃത്തി കഴിയുന്ന ആളുകൾ ആയതുകൊണ്ടും അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത തരത്തിലേക്ക് ഉള്ള ഒരു തുക ഇതിനാവശ്യമായതുകൊണ്ട് പരിപൂർണമായും ഈ ചികിത്സാ സഹായ നിധി രൂപീകരണം വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല. വളരെ അടിയന്തരമായി ഈ ചെറുപ്പക്കാരന്, നാടിനേറെ പ്രിയങ്കരനായ ഈ ചെറുപ്പക്കാരൻ്റെ ഈ വൃക്ക മാറ്റിവെച്ചില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുമനസ്സുകൾ, നന്മയുള്ള ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്ന നന്മയുള്ള മനുഷ്യർ, ഈ അഖിൽദാസ് എന്ന ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ, ഈ കടലോര മേഖലയിലെ സാധാരണ നിർധന കുടുംബത്തിൽപ്പെട്ട ഈ യുവാവിൻ്റെ ജീവൻ നിലനിർത്തുവാൻ നിങ്ങളാൽ കഴിയുന്ന സഹായം ആ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ ചേർന്നൊരു എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവർ എൻ്റെ ഡയാലിസിനും മറ്റുമായി ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. എന്നാൽ സർജറിക്ക് ആവശ്യമായ പൂർണ്ണമായ തുക കണ്ടെത്തുവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്നാലും അവരാൽ കഴിയുന്നത് പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സഹായവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ സർജറി നടത്താൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ എൻ്റെ പഠനം പുനരാരംഭിക്കുവാനും എൻ്റെ സ്വപ്നത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവരുടെ അഭിലാഷങ്ങളെ തകരാതെ കാത്തു സംരക്ഷിക്കുവാൻ നല്ലവരായ പ്രേക്ഷകരോട് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നന്മയുള്ള ഹൃദയങ്ങൾ ഇവർക്ക് വേണ്ടി തുടിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റായി നമ്മളുടെ സഹായങ്ങൾ ഇങ്ങനെയുള്ളവരിലേക്ക് ഒഴുകുമ്പോൾ ഈ തീരമക്കളുടെ ഹൃദയങ്ങളിൽ ആഞ്ഞടിക്കുന്ന തീവ്ര ദുഃഖത്തിൻ്റെ തിരമാലകളെ ശാന്തമാക്കി ആശ്വാസത്തിൻ്റെ ഓളങ്ങളായി മാറ്റുവാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സാലു എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. സാലു 46 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. കൽപ്പണി ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഭാര്യയും 3 കുട്ടികളുമാണുള്ളത്. ആ മൂത്ത കുട്ടി +2 പഠിക്കുന്നു, രണ്ടാമത്തെ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്നാമത്തെ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സിൻസിയാണ് എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത്. ഈ സാലു ഒരു കൽപ്പണിക്കാരനായിരുന്നു. അങ്ങനെ പണി ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് 6 മാസം മുമ്പ് ഒരു സ്ട്രോക്ക് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കിടപ്പിലാകുകയും ചെയ്തത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നതിനും ഗുഡ്നസ് TVയിലൂടെ ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടും ഇടയായത്. അപ്പോൾ നല്ലവരായ ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സമാഹരിച്ച 1,20,000 രൂപയുടെ ചെക്ക് കൈമാറുന്നതിനായിട്ട് സാധിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആ സാലുവിന് വേണ്ടി സമാഹരിച്ച
ചികിത്സാ സഹായ നിധി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാനിപ്പോൾ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങൾ ഈ സഹായനിധിയിലേക്ക് സംഭാവന ചെയ്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനുമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരും വലിയ സമ്പന്നരോ അതല്ലെങ്കിൽ ഒത്തിരി പണമുള്ള ആളുകളോ ആയതുകൊണ്ടല്ല നിങ്ങൾ സമാഹരിച്ചത്, മറിച്ച് ഈ സഹോദരൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് അതിനെ കണ്ട് സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു. നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നിങ്ങൾ വേണ്ടെന്ന് വെച്ചതിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും കൈമാറുന്നതിനായിട്ടും ഞങ്ങൾക്ക് സാധിച്ചത്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ആവശ്യങ്ങൾ, മറ്റുള്ളവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളുമായിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ ഇനിയും കൈയഴിഞ്ഞ് സഹായിക്കുന്നതിനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്കാണ് ഈ അവസ്ഥ വന്നിരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലാണ് ഇതുപോലെ ഒരു ദുരന്തം വന്നിരുന്നെങ്കിൽ എന്തുമാത്രം പണം നമുക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അതൊന്നും ഇല്ലാതെ ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൊക്കെ പങ്കുകാരാക്കുന്നതിന് സാധിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും വിജയം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഈ സാലുവിനെ ഇനിയും നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം തൻ്റെ ഇടപെടലുകൾ വഴിയായിട്ട് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും സാലുവിനെ സമർപ്പിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ച ഗുഡ്നസ് പ്രേക്ഷകരായ എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി.